10 മുതൽ 14 രൂപ വരെ ഒരു യൂണിറ്റിന് കരാർ ഉറപ്പിച്ച ഈ ഗവൺമെൻറ്റാണ് ഏറ്റവും വലിയ കൊള്ള നടത്തിയിരിക്കുന്നത്. ഇത് വലിയ അഴിമതിയാണ്. ഈ അഴിമതിയെ പറ്റിയുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് ഒപ്പുവെച്ച ദീർഘകാല കരാർ എങ്ങനെയാണ് റദ്ദാക്കിയത്? എന്തിനാണ് റദ്ദാക്കിയത്? AK ബാലൻ പോലും അംഗീകരിക്കാത്ത ഈ നിലപാട് എങ്ങനെ ഗവൺമെൻറ് സ്വീകരിച്ചു? ഇപ്പോൾ 16 രൂപ നമ്മുടെ എല്ലാം തലയിൽ ഒരു യൂണിറ്റിന് അടിച്ചേൽപ്പിക്കുകയാണ്. ജനുവരി മാസമായാൽ 12 രൂപ വീണ്ടും വർദ്ധിക്കുകയാണ്. എന്നിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലാണ്. എങ്ങനെ നഷ്ടം ഉണ്ടാകാതിരിക്കും? 2041 വരെ 4 രൂപ 29 പൈസയ്ക്ക് ലഭിക്കുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി ഇന്ന് 14 രൂപയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് CPMന്റെ അഴിമതിയാണ്. CPMന് എന്നും ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കറവ പശുവാണ്. ലാവ്ലിൻ മുതൽ ഇന്ന് വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാരം മുഴുവൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങളുടെ തലയിൽ ഈ ഭാരം അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ നടപടി പിൻവലിക്കണം. മാത്രവുമല്ല, ഇപ്പം തന്നെ ഞാൻ ഇന്നലെ വേറൊരു കാര്യം ഉന്നയിച്ചിരുന്നു.